എല്ലാവർക്കും നമസ്കാരം, സുഖമാണല്ലോ? ഇന്ന് ഫെബ്രുവരി 11, ബുധനാഴ്ച. നിങ്ങൾ എവിടെയാണെങ്കിലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ബുധനാഴ്ചയാണ്, അതിനർത്ഥം നമ്മുടെ ജോണി ലിൻഡ്രോയുടെ പുതിയ പാട്ട് പുറത്തിറങ്ങി എന്നാണ്. വൈ നോട്ട് യു എന്ന് പേരിട്ടിരിക്കുന്ന ആ ഗാനം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ വീഡിയോകൾ പങ്കുവയ്ക്കുമ്പോൾ എപ്പോഴും അവരുടെ യൂട്യൂബ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകാറുണ്ട്. ദയവായി അവിടെ പോയി ആ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ വളരാൻ സഹായിക്കുക. അതുപോലെ മേഗൻ മിച്ചൽ ഇന്നലെ ചെയ്ത ദ ജേർണി പെർസ്പെക്റ്റീവ് എന്ന വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. അതും കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ബിസിനസ് കാര്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ടുകൾ ഒന്നുമില്ല. എന്തെങ്കിലും അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ്. എങ്കിലും എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. അദ്ദേഹം ഒളിച്ചോടുകയല്ല, അണിയറയിൽ കഠിനമായി പരിശ്രമിക്കുകയാണ്. എല്ലാം ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിപ്പിൾ ഇഫക്റ്റ് അഥവാ ഓളങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിസിനസ്സിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ചില കാര്യങ്ങൾ നാളത്തെ ചർച്ചയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ബിസിനസ്സിലെ റിപ്പിൾ ഇഫക്റ്റ് എന്നത് ഒരു ചെറിയ പ്രവൃത്തിയോ തീരുമാനമോ എങ്ങനെ ഒരു സ്ഥാപനത്തെ മുഴുവനായും അതിൻ്റെ പുറത്തുള്ള ശൃംഖലകളെയും ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം, ഇത് നല്ല രീതിയിലും ചീത്ത രീതിയിലും സംഭവിക്കാം. ഒരു നേതൃത്വത്തിൻ്റെ പെരുമാറ്റം, ഒരു ചെറിയ മാറ്റം, അല്ലെങ്കിൽ ഒരു നയം എന്നിവ എങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ സംസ്കാരത്തെയും ലാഭത്തെയും ബാധിക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു. കടലിൽ ഒരു സുനാമി ഉണ്ടാകുന്നത് പോലെയാണിത്. തുടക്കത്തിൽ വളരെ ചെറുതാണെങ്കിലും കരയിലേക്ക് എത്തുമ്പോഴേക്കും അത് വലിയ തിരമാലയായി മാറുന്നു. ബിസിനസ്സിലും ഇത് കൃത്യമായി സംഭവിക്കുന്നു. ഇത് ഏതൊക്കെ മേഖലകളെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. 1. നേതൃത്വവും സംസ്കാരവും. ഒരു നേതാവ് തന്റെ ടീമിനോട് കാണിക്കുന്ന ചെറിയ നന്ദിയോ ശ്രദ്ധയോ ആ ദിവസത്തെ മുഴുവൻ അന്തരീക്ഷവും മാറ്റുന്നു. പഠനങ്ങൾ പറയുന്നത് നേതാക്കൾ നല്ല ശീലങ്ങൾ കാണിക്കുമ്പോൾ ജീവനക്കാർ അത് അനുകരിക്കാൻ 35% കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ്. നമ്മുടെ CEO നമ്മളെ പഠിപ്പിച്ച മാനുഷികമായ പരിഗണനയും സ്നേഹവും നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2. ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം. സന്തോഷമുള്ള ഒരു ജീവനക്കാരൻ ഉപഭോക്താക്കളുമായി നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കും. എന്നാൽ താൽപ്പര്യമില്ലാത്ത ഒരു ജീവനക്കാരൻ ഒരു കച്ചവടം നശിപ്പിച്ചാൽ അതിൻ്റെ ആഘാതം എല്ലാ ഉപഭോക്താക്കളിലേക്കും എത്തും. 3. പ്രവർത്തനക്ഷമത. ജോലി കൃത്യമായി വിഭജിച്ചു നൽകുന്നതും ആഴ്ചയിലൊരിക്കൽ മീറ്റിംഗുകൾ നടത്തുന്നതും ഉടമയുടെ ജോലിഭാരം 60% വരെ കുറയ്ക്കാനും ലാഭം കൂട്ടാനും സഹായിക്കും. 4. വിതരണ ശൃംഖല. ഒരു കമ്പനി പരിസ്ഥിതി സൗഹൃദമായ ഒരു തീരുമാനമെടുത്താൽ ആ മേഖലയിലെ മറ്റ് കമ്പനികളെയും അത് ബാധിക്കും. ആമസോൺ, ആപ്പിൾ പോലുള്ള വൻകിട കമ്പനികൾ അവരുടെ വിതരണക്കാരെ മാറ്റിമറിച്ചത് ഇങ്ങനെയാണ്. 5. മാർക്കറ്റിംഗ്. ആളുകൾ ആളുകളെ കൊണ്ടുവരുന്നു എന്നതാണ് ഇതിൻ്റെ തത്വം. തിരക്കുള്ള ഒരു ബാറിൽ കയറാനാണ് ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുക. പണ്ട് എനിക്ക് ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നപ്പോൾ തിരക്കുള്ള പോലെ കാണിക്കാൻ ഞാൻ ജീവനക്കാരുടെ കാറുകൾ മുൻപിൽ തന്നെ പാർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. ജനാലയ്ക്കൽ ഇരിക്കുന്ന ടേബിളുകളിൽ തന്നെ ആളുകളെ ഇരുത്താൻ ശ്രമിക്കുമായിരുന്നു. ഇത് കണ്ടു പുറത്തുള്ളവർ അവിടെ തിരക്കുണ്ടെന്ന് കരുതി അകത്തേക്ക് വരും. ഇതിനെയാണ് നമ്മൾ ഇന്ന് ഫോമോ അഥവാ അവസരം നഷ്ടപ്പെടുമോ എന്ന പേടി എന്ന് വിളിക്കുന്നത്. നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറയാൻ മറക്കരുത്. വലിയ കാര്യങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ദിവസവും ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതായിരിക്കും. പല ജോലികളും ഓട്ടോമാറ്റിക് ആക്കുന്നത് വഴി ജീവനക്കാർക്ക് വിരസത ഒഴിവാക്കാനും കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാനും സാധിക്കും. ഗൂഗിൾ, സാപ്പോസ്, റിറ്റ്സ് കാർട്ടൺ തുടങ്ങിയ വലിയ സ്ഥാപനങ്ങൾ ഇത്തരം ചെറിയ മാറ്റങ്ങളിലൂടെയാണ് വലിയ വളർച്ച കൈവരിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ടീമിലും ബിസിനസ്സിലും ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. നാളെ ഞാൻ ഇതിൻ്റെ മറ്റൊരു വശമായ 3 ഡിഗ്രീസ് ഓഫ് ഇൻഫ്ലുവൻസ് എന്നതിനെക്കുറിച്ച് സംസാരിക്കും. ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രവർത്തികൾ ബിസിനസ്സിൽ എത്രത്തോളം പ്രധാനമാണെന്ന് ചിന്തിക്കുക. എല്ലാവർക്കും നന്ദി. തൽക്കാലം വിടവാങ്ങുന്നു.